നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറി പോലീസ് പിടികൂടിയ സംഭവത്തിൽ മൂന്നാമത്തെ രാജസ്ഥാൻ സ്വദേശിയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. നേരത്തെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസിനെ വെട്ടിച്ച് എന്നാൽ ഇയാൾ കടന്നു കളയുകയായിരുന്നു. കൊച്ചിയിൽ രാജസ്ഥാൻ സ്വദേശികളായ 2 പേരെയാണ് പോലീസ് ആദ്യം പിടികൂടിയിരുന്നത്. ഇതിനിടെയാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. എന്തായാലും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്? രാഖി, മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ ആളെ പിടികൂടിയിട്ടുള്ളത്. മരട് പോലീസാണ് പിടികൂടിയത്. നിലവിൽ ഇയാളെ കൊണ്ടുവന്നിട്ടുള്ളത് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അതിനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കുഫോസിന് സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ ഇയാളെ കണ്ടെത്തി. എന്തായാലും മരട് പോലീസ് 11:00 പിടികൂടി പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഹരിയാനക്കാരനാണ് എന്നുള്ളൊരു സംശയം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും അന്വേഷണത്തിന് ശേഷമേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് വിവരം. തമിഴ്നാട് പോലീസിൽ നിന്നും ചില വിവരങ്ങൾ നേരത്തെ തന്നെ കേരള പോലീസിന് ലഭിച്ചിരുന്നു. അതായത് ഈ മോഷ്ടിച്ച കാറ് കണ്ടെയ്നറിൽ കടത്തിക്കൊണ്ട് ഒരു സംഘം പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഗുരുവരപ്പള്ളി പോലീസിൽ നിന്നും കേരള പോലീസിന്റെ വിവിധ സ്റ്റേഷനുകളിലേക്ക് ലഭിച്ച വിവരം. ATM കൊള്ള നടത്തുന്ന സംഘമാണ് പിന്നിലെന്നുള്ളൊരു സംശയം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ മോഷ്ടിച്ച കാറും അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച് ATM കൊള്ളയ്ക്കടക്കം സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയ മുന്നറിയിപ്പ്. കൃഷ്ണഗിരിയിൽ നിന്നുമാണ് മാരുതി എക്കോ കാറ് കടത്തിക്കൊണ്ട് വന്നത്. അത് കണ്ടെയ്നറിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ, അത് കണ്ടെയ്നർ പാസ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ, അതിന്റെ CCTV ഫുട്ടേജ് അടക്കം പോലീസിന് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കേരള പോലീസിലേക്ക് ഈ രഹസ്യ വിവരം കൈമാറുകയും ചെയ്തത്. എന്തായാലും കുഫോസിന് സമീപത്തെ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ ചാടിപ്പോയ പ്രതി. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്യലിനിടയിലാണ് ശുചിമുറിയിൽ കയറി, അതായത് ശുചിമുറിയിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ഗ്രില്ല് തകർത്തുകൊണ്ട് ഇയാളെ ചാടിപ്പോയത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ പോലീസിനെ ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഈ തമിഴ്നാട് പോലീസ് കൈമാറിയ വിവരത്തിൽ ഉള്ള സംഘമാണോ ഇതെന്നുള്ള ഒരു സംശയമാണ് ഉള്ളത്. തമിഴ്നാട് പോലീസ് പറയുന്നത് ഈ ഹരിയാനയിലെ ATM കൊള്ള സംഘത്തിൻ്റെതായിട്ടുള്ള മോഡസ് ഓപ്പറേൻഡി, അതായത് മോഡ് ഓഫ് ഓപ്പറേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അതേ സംഘമാണോ എന്നുള്ള ഒരു സംശയം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതടക്കം സ്ഥിരീകരിച്ചതിന് ശേഷമേ മറ്റു വിവരങ്ങൾ കേരള പോലീസ് പുറത്തുവിടുകയുള്ളൂ. രാഖി, എന്തായാലും കണ്ടെയ്നറിൽ ഈ വാഹനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ മോഷണത്തിന് ഉപയോഗിച്ച പല ഉപകരണങ്ങളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികൾ ചില്ലറക്കാരല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ശുചിമുറിയിലെ ഗ്രില്ലൊക്കെ തകർത്ത് ചാടിപ്പോയ വ്യക്തിയാണ്. രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഒരു കണ്ടെയ്നർ മോഷ്ടിക്കപ്പെട്ട കാറുമായിട്ട് പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പോലീസിന്റെ രഹസ്യ വിവരം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊച്ചിയിലെമ്പാടും വലിയ രീതിയിൽ പോയിന്റുകളിൽ തിരച്ചിൽ നടന്നിരുന്നു. പിന്നീട് പോലീസ് നെട്ടൂർ പോലീസാണ് പുലർച്ചെ 1 മണിയോടുകൂടി ഈ അതേ രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഈ കണ്ടെയ്നർ കണ്ടെത്തുന്നത്. അതിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് കസ്റ്റഡിയിലുള്ള ഒരാൾ ചാടിപ്പോയത്. എന്തായാലും നിലവിൽ ഇനി ഉള്ളത് ഈ കാറിൽ കണ്ടെത്തിയിട്ടുള്ളതാകട്ടെ ഈ AC-യും അതോടൊപ്പം തന്നെ ഗ്യാസ് കട്ടർ, മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമാണ്. കാർ കണ്ടെത്തിയിട്ടില്ല. പോലീസിന് നിലവിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ കാർ എവിടെയെങ്കിലും ഇറക്കിയിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു സംശയം. അത് അടിസ്ഥാനപ്പെടുത്തി ഇനി വിശദമായിട്ട് ഇവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഇവരുടെ മോഡസ് ഓപ്പറാൻഡി വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഹരിയാനയിലെ കൊള്ളസംഘത്തിൻ്റെതായിട്ടുള്ള കൃത്യത്തിൻ്റെതായിട്ടുള്ള ചില സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തമിഴ്നാട് പോലീസ് പറയുന്ന അതേ സംഘം തന്നെയാണോ ഇവിടെ പിടികൂടിയതെന്നുള്ളതാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. രാഖി, കൊച്ചിയിൽ രാജസ്ഥാൻ സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. എന്തായാലും മൂന്നാമനെയും പിടികൂടിയിട്ടുണ്ട് കൊച്ചിയിൽ പോലീസ് എന്നുള്ളതാണ്. രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറി ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ നിന്ന് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അതിൽ ഒരാൾ ശുചിമുറിയിലേക്കെന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ്. ഇയാൾ ഗ്രില്ല് തകർത്ത് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടന്നു വരികയായിരുന്നു. ഒടുവിൽ കുഫോസിന് സമീപത്തെ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ ഇയാളെ കണ്ടെത്തി. ഒടുവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നായിരിക്കും നിർണായക വിവരങ്ങൾ കണ്ടെത്തുക. എന്തായാലും മോഷണ സംഘമാണ് എന്ന് തന്നെയാണ് പോലീസ് വിശദീകരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.